1998 ജൂലൈ 6-ാം തീയതി ഇന്ന് കാണുന്ന ക്ഷേത്രത്തിൽ എല്ലാവിധ ആചാരവിധികളോടും കൂടി ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വരി തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ വിഗ്രഹപ്രതിഷ്ഠയും നടത്തപ്പെട്ടു. 1950-51 കാലത്തിനു ശേഷം ശബരിമലയിൽ പുതുതായി നിർമ്മിച്ച ബാലരൂപത്തിലുള്ള അയ്യപ്പനെയാണ് പൂജിക്കുന്നത്. സാധാരണ മറ്റ് അയ്യപ്പ ക്ഷേത്രങ്ങളിലെല്ലാം വിഗ്രഹം ബാലരൂപത്തിലുള്ളത് തന്നെ. ശബരിമലയിലെ പഴയ ശാസ്താവിഗ്രഹം പോലെ മോഹിനി രൂപത്തിലുള്ള അയ്യപ്പ വിഗ്രഹം ഒരുപക്ഷെ ഇന്ന് പെരമ്പൂർ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ മാത്രമേ കാണുവാൻ കഴിയൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രേതുഭ്യം നമോ നമ. പെരമ്പൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 8 വർഷത്തിലധികമായി മേശാന്തിയായി സേവനമനുഷ്ഠിക്കുകയാണ്. ഇവിടുത്തെ പൂജാവിധികൾ കാലത്ത് അയ്യപ്പൻ അഭിഷേകം, അത് കഴിഞ്ഞ് ഗണപതി ഹോമം, ഉഷപൂജ, മറ്റ് സന്നിധികൾ പൂജ, ഉച്ചപൂജ എന്നിവയാണ്. എല്ലാ മാസവും ഉത്രം നക്ഷത്രം തോറും അയ്യപ്പന് ഏകാദശ രുദ്രാഭിഷേകം, ഒരു 3 മണിക്കൂർ സമയം വിവിധ സാധനങ്ങളാൽ അഭിഷേകം ചെയ്യുന്നതും രുദ്രൻ ജപിച്ച് അഭിഷേകം ചെയ്യുന്നതാണ്. പിന്നെ എല്ലാ മാസാന്തര വിശേഷങ്ങളായിട്ട് എല്ലാ സന്നിധിയിലും ശിവന് പ്രദോഷം, ഉമാമഹേശ്വര പൂജ, നാഗരാജന ആയില്യ പൂജ എന്നീ പൂജകളും ഇവിടെ നടത്തി വരുന്നു. വർഷം തോറും അനേകമായിരം ഭക്തജനങ്ങൾ മാലയണിഞ്ഞ് എല്ലാ വർഷവും ധാരാളമായ ശബരിമലയ്ക്ക് വർഷം പ്രതി കൂടി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വർഷം തോറും വിജയദശമിക്ക് അനേകം കുട്ടികളെ ഇവിടെ വിദ്യാരംഭത്തിന് ഇരുത്തുന്നതും ആയുധപൂജ, സുമംഗലി പൂജകൾ എല്ലാ വർഷവും നടത്തി വരുന്നതുമാണ്. എല്ലാ വർഷവും ജനുവരി മാസം 1-ാം തീയതി പുത്താൻ വർഷം പ്രമാണിച്ച് മഹാഗണപതി ഹോമം, അതിന് ഒരു 10-600 ജനങ്ങൾ അതിന് പങ്കായിട്ട് ആ സമയത്ത് വഴിപാട് നടത്തുന്നതും മഹാഗണപതി ഹോമം എല്ലാ വർഷവും നടത്തുന്നതുമാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചെയ്തു വരുന്ന അയ്യപ്പൻ ഈ മേൽക്കുമേലും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിയേ ശരണമയ്യപ്പ. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണേശൻ, ശിവൻ, ഭഗവതി, ഗുരുവായൂരപ്പൻ, മുരുകൻ, ആഞ്ജനേയൻ എന്നീ ദേവതകളുടെ സന്നിധികളുമുണ്ട്. ഉപദേവതകളായ മുനീശ്വരന്റെയും നാഗരാജാവിൻ്റെയും സന്നിധിയാണ് ഇത്. ശ്രീ ഈശ്വരൻ എന്ന ഉപദേവതാ പ്രതിഷ്ഠ ശിവസങ്കല്പത്തിലുള്ളതാണ്. ശ്രീ ബാലമുരുകൻ, ശ്രീ ആഞ്ജനേയർ, ശ്രീ ഗുരുവായൂരപ്പൻ, ശ്രീ ഐശ്വര്യ വിനായകൻ, ശ്രീ ഭഗവതി, ശ്രീ ദക്ഷിണാമൂർത്തി എന്നീ ദേവതാ സങ്കല്പത്തിലുള്ളവയാണ് മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തിലെ ആദ്യ പ്രതിഷ്ഠയായ അയ്യപ്പന് ശേഷം കന്നിമൂല ഗണപതി സങ്കല്പത്തിലുള്ള വിനായക പ്രതിഷ്ഠയാണ് നടത്തിയത്. ഗണപതി പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിന്റെ ഐശ്വര്യം വർദ്ധിച്ചത്. അതിനാൽ ശ്രീ ഐശ്വര്യ ഗണപതി എന്നാണ് പ്രതിഷ്ഠയ്ക്ക് പേര്. വൈകിട്ട് 5 മണിക്ക് തുറക്കുന്ന നട എല്ലാ സന്നിധികളിലുമുള്ള മഹാദീപാരാധനയ്ക്കും സഹസ്രനാമാർച്ചനയ്ക്കും അത്താഴ പൂജയ്ക്കും ഹരിവരാസനത്തിനും ശേഷം രാത്രി 8:30 അടയ്ക്കും. வாழ்க வளமுடன் என்று வாழ்த்தி இந்த நிகழ்ச்சியை தொடங்குகிறோம். The Ayyappa temple, actually it was started in 1965 in a very small place, by which time people from Chennai, in and around Perambur, especially where the temple is situated, the public, especially people from Perambur, they came to know about Ayyappa culture. Regarding Ayyappa, Sabarimala at Kerala, and people started worshipping Lord Ayyappa by observing the fast. സ്വാമിയേ ശരണമയ്യപ്പ. ഞാൻ
9ാം ക്ലാസ് പഠിക്കുന്ന മുതൽ ഈ പെരമ്പൂർ അയ്യപ്പൻ അമ്പലത്തിൽ വളരെ അയ്യപ്പൻ്റെ കൂടെ ബന്ധപ്പെട്ടവരാണ്. ഈ അമ്പലത്തിൽ എന്ത് ഭൂതകൾ കാര്യങ്ങൾ നടന്നാലും അതിന് സഹായിക്കാനും എല്ലാ വിധത്തിലും ഞാൻ കൂടെ ഇരുന്നിട്ടുണ്ട്. 1970 അവിടുന്ന് അയ്യപ്പനെ ഈ വിളക്ക് കഴിഞ്ഞ ഉടനെ നേരെ എടുത്ത് ഇവിടെ രാമചന്ദ്ര സ്ട്രീറ്റിൽ ഒരു സ്ഥലത്ത് അയ്യപ്പനെ ഒരു ചെറിയ സ്ഥലത്ത് വെച്ചു പൂജകളൊക്കെ തുടങ്ങി. എല്ലാ നമ്പൂതിരിമാരും അതിൻ്റെ പൂജകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇവിടെ അവിടുന്ന് വലിയ അമ്പലം ഇവിടെ കെട്ടി ഇവിടെ ഇപ്പോൾ അയ്യപ്പനെ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. നമ്മുടെ അമ്പലത്തിൽ പെരമ്പൂർ അയ്യപ്പൻ്റെ അമ്പലത്തിൽ മഹേശ്വര ശബരിമല മഹേശ്വര തന്ത്രി മോഹൻ തന്ത്രി ഇവരാ ഇവിടുത്തെ മുഖ്യ തന്ത്രി. പെരമ്പൂർ ശ്രീ അയ്യപ്പൻ ട്രസ്റ്റ് ക്ഷേത്രത്തിൽ എല്ലാ മാസവും 12-15 ദിവസങ്ങൾ 400-ൽ പരം തദ്ദേശവാസികളായ പാവങ്ങൾക്ക് അന്നദാനം നടത്തിവരുന്നുണ്ട്. ഭക്തജനങ്ങൾ അന്നദാനത്തിന് വേണ്ടി നൽകുന്ന സംഭാവനയാണ് ട്രസ്റ്റ് ഈ സംരംഭത്തിനായി ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ 6000-ഓളം ഭക്തജനങ്ങൾക്ക് മഹാന്നദാനവും നടത്തിവരുന്നു. പെരമ്പൂർ നിവാസികളായ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുവാൻ എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ട്രസ്റ്റ് ക്ഷേത്രത്തിൽ സാംസ്കാരികോത്സവം നടത്തിവരുന്നു. കൂടാതെ കാലാകാലങ്ങളിൽ പെരമ്പൂരിലെ പാവപ്പെട്ടവർക്ക് സൗജന്യ മെഡിക്കൽ പരിശോധനയും മരുന്നും ലഭ്യമാക്കുന്നുണ്ട് ക്ഷേത്രം ട്രസ്റ്റ്. പാവപ്പെട്ടവർക്ക് വേണ്ടി സ്ഥിരമായി ഒരു ആശുപത്രിയാണ് ക്ഷേത്രം ട്രസ്റ്റിന്റെ ലക്ഷ്യം. ഒരിക്കൽ കടയോടെ വെട്ടിയ ഈ കൂവളം വീണ്ടും കിളിർത്ത് വളർന്ന് കാഴ്ച നിൽക്കുന്ന ഈ കാഴ്ച അത്ഭുതം തന്നെയെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. ഈ നിൽക്കുന്ന മാവ് വർഷം മുഴുവൻ കായ്ച്ചുകൊണ്ടേയിരിക്കുന്നു. മേടത്തിൽ വിഷുക്കണിക്ക് ക്ഷേത്രത്തിൽ ഉപയോഗിക്കുക ഈ അത്ഭുതമാവിലെ മാങ്ങയാണ്. ഈശ്വര സാന്നിധ്യം സസ്യജാലങ്ങളിലും വൃക്ഷലതാദികളിലും പോലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെങ്കിൽ ഒരു യഥാർത്ഥ ഭക്തനിൽ എന്തെല്ലാം മഹാത്ഭുതങ്ങളായിരിക്കും സൃഷ്ടിക്കുക. അതെ, ശരീരം ആത്മാവാകുന്ന, ക്ഷേത്രം ക്ഷേത്രജ്ഞനാകുന്ന, ജീവാത്മാവ് പരമാത്മാവാകുന്ന, ധ്യാനി അനന്താനന്ദ ചൈതന്യത്തിൽ ആറാടുന്ന ആ ദിവ്യ അത്ഭുതത്തെക്കാൾ വലിയ മഹാത്ഭുതം മറ്റെന്തുണ്ട് പ്രപഞ്ചത്തിൽ? ആബാലവൃദ്ധം ഭക്തജനങ്ങൾ ലൗകിക ക്ലേശങ്ങൾ സർവ്വതും മറന്ന് ദിവസവും ക്ഷേത്ര സന്നിധിയിലെത്തി ഭഗവാന്റെ 1000 നാമങ്ങൾ ജപിക്കുകയാണ്. അതെ, സഹസ്രനാമ ജപം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഒരു ഭക്തയോഗിക്ക് കൈവല്യപ്രാപ്തി തന്നെ സിദ്ധിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമ ജപം. അവ്യയനും പരമപൂരുഷനും സർവസാക്ഷിയും ക്ഷേത്രജ്ഞനുമായ സർവേശ്വരൻ ഏകാക്ഷരത്തിൽ കുടികൊള്ളുന്നു. ഓംകാരം എന്ന അനാദിയും അനന്തവുമായ ദിവ്യനാദത്തിൽ. ഏകാക്ഷര സ്വരൂപന്റെ സഹസ്രനാമങ്ങൾ ബ്രഹ്മത്തിന്റെ സഹസ്രഭാവങ്ങളെയും ദ്യോതിപ്പിക്കുന്നു. ആ സഹസ്രനാമങ്ങളും നിരന്തരം മന്ത്രസാധനയിലൂടെ ആത്മഭാവമാക്കുന്ന ഭക്തൻ കലിമലങ്ങളെല്ലാം അകന്ന് പരമാത്മഭാവം പ്രാപിക്കുന്നു. എല്ലാ ശനിയാഴ്ചകളിലും ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടായി നീരാഞ്ജനം നടത്തിവരുന്നു.